നമസ്കാരം. പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാഴ്ത്തിയ കടുത്ത സൈനിക നീക്കങ്ങൾക്കൊടുവിൽ ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾ റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മറ്റാരുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ചരിത്രപരമായ സമാധാന കരാർ ഏകദേശം പൂർത്തിയായി എന്നും അതുകൊണ്ട് തന്നെ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ഉയർന്ന തലത്തിലെത്തിയതായി എന്നാണ് ട്രംപിന്റെ പുതിയ അവകാശവാദം. ഇസ്രയേലും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ അംഗീകാരത്തോടെയാണ് കരാർ രൂപീകരിച്ചതെന്നും ഒപ്പുവെക്കാനുള്ള സമയവും സ്ഥലം ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ട്രംപിന്റെ നിലപാട്. ഇറാനെ അതിശക്തമായി ആക്രമിക്കുമെന്നും അവരുടെ പ്രധാന എണ്ണ കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കകമാണ് ഈ നാടകീയമായ പിന്മാറ്റം ഉണ്ടായത്. കരാറിന്റെ അന്തിമ നിബന്ധനകൾക്ക് ഇറാൻ പരമോന്നത നേതൃത്വം അംഗീകാരം നൽകിയതുകൊണ്ടാണ് വ്യാഴാഴ്ച രാത്രി നടത്താനിരുന്ന ബോംബാക്രമണങ്ങൾ മാറ്റിവെച്ചതെന്നാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിയത്. അതായത് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ. എന്നാൽ കരാർ പൂർണ്ണമായി യാഥാർത്ഥ്യമാകുന്നത് വരെ ഇറാനുമേലുള്ള കപ്പൽ ഉപരോധം തുടരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഈ ട്രംപിന്റെ ഏകപക്ഷീയമായ പ്രഖ്യാപനത്തോട് തികച്ചും അവിശ്വാസത്തോടെയും അമ്പരപ്പോടെയുമാണ് ഇറാനും ഇസ്രയേലും പ്രതികരിച്ചത്. അത്തരമൊരു സമാധാന കരാറിനെ കുറിച്ച് തങ്ങൾക്ക് യാതൊരു അറിവുമില്ല എന്ന് ഇസ്രയേൽ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, സമാനമായി ഏതെങ്കിലും തരത്തിലുള്ള കരാറിന്റെ കരട് രേഖയ്ക്ക് തങ്ങൾ അംഗീകാരം നൽകിയിട്ടില്ല എന്ന നിലപാട് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസും വ്യക്തമാക്കുന്നു. ഇതോടെ ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ വെറുമൊരു രാഷ്ട്രീയ നാടകമാണോ എന്ന സംശയം ഊട്ടി ഉറക്കപ്പെടുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസം പ്രഖ്യാപിച്ച വെടിനിർത്തലിനു ശേഷം സമാധാന ചർച്ചകൾ മാസങ്ങളായി സ്തംഭനാവസ്ഥയിലാണ്. ഏതാണ്ട് അത്തരത്തിലാണ് തന്നെ നമുക്ക് ശരിവെക്കാം. അമേരിക്കൻ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ മിസൈൽ ആക്രമണങ്ങൾ നടന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇറാന്റെ എണ്ണ വിപണി പൂർണ്ണമായും പിടിച്ചെടുക്കുമെന്ന ഭീഷണിയുമായി ട്രംപ് രംഗത്തെത്തിയത്. ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യുന്ന തന്ത്രപ്രധാനമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ 5000-ലധികം അമേരിക്കൻ സൈനികർ ഇറങ്ങേണ്ടി വരുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് നീങ്ങുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണം കുറഞ്ഞത് 20 വർഷത്തേക്ക് നിർത്തിവെക്കണമെന്നാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. എന്നാൽ പരമാവധി 15 വർഷം വരെ മാത്രമേ ഇതിന് തയ്യാറാകൂ എന്ന നിലപാടാണ് ഇറാന് നിലവിലുള്ളത്. കൂടാതെ ചർച്ചകൾ പുരോഗമിക്കുന്നതിന് അനുസരിച്ച് മാത്രം തടഞ്ഞു വച്ചിരിക്കുന്ന സാമ്പത്തിക ആസ്തികൾ വിട്ടു നൽകുക എന്ന് US വ്യക്തമാക്കുമ്പോൾ, തുക മുഴുവനും മുൻകൂറായി വേണമെന്ന ആവശ്യത്തിൽ നിന്നും ഇറാനും ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവിഭാഗവും നടത്തിയ കടുത്ത ആക്രമണങ്ങൾ മേഖലയെ യുദ്ധക്കളമായി മാറ്റിയിരുന്നു. US സെൻട്രൽ കമാൻഡ് ഇറാന്റെ നിരീക്ഷണ ആശയവിനിമയ കേന്ദ്രങ്ങൾക്കു നേരെ ബോംബാക്രമണം നടത്തിയപ്പോൾ, ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാനും മിസൈൽ തൊടുത്തുവിട്ടു. ഇറാൻ വിട്ട 20 മിനിറ്റ് മിസൈലുകൾ തങ്ങൾ വെടിവെച്ചിട്ടതായി ജോർദാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാന്റെ ഡ്രോൺ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന ഇറാന്റെ ഭീഷണി ആഗോള വിപണിയെ വൻ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുകയാണ്. തങ്ങളുടെ അനുമതി ഇല്ലാതെ ഒരു കപ്പലും ഇതിലൂടെ കടത്തിവിടില്ല എന്ന നിലപാടാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പാതയിലൂടെ കടന്നു പോകാൻ ശ്രമിച്ച കപ്പലുകൾക്ക് നേരെ ഇറാന്റെ നാവികസേന ആക്രമണം നടത്തിയിരുന്നു. കൂടാതെ ഒമാൻ തീരത്ത് അമേരിക്ക നടത്തിയ പ്രത്യാക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതും ഇന്ത്യയും US തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലും വിള്ളലുകൾ വരുത്തിയിരുന്നു. എന്തായാലും അമേരിക്കൻ ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാറിനെ അർത്ഥശൂന്യമാക്കി എന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തുന്നുണ്ട്. ബോംബുകൾ കൊണ്ടാണ് ഞങ്ങൾ ചർച്ച നടത്തുക എന്ന പെന്റഗൺ മേധാവി പീറ്റർ ഹെഗ്സത്തിന്റെ പ്രസ്താവന, അതിനെതിരെ വലിയ വിമർശനവും വ്യാപകമായി ഉയരുന്നുണ്ട്. അതേസമയം
മേഖലയിലെ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്ന് സൈനിക നീക്കങ്ങൾ ഉടനടി നിർത്തണമെന്നും ഇറാന്റെ സഖ്യകക്ഷിയായ റഷ്യയും ചൈനയും ആവശ്യപ്പെടുന്നുണ്ട്. സമാധാന ചർച്ചകളിലേക്ക് തിരികെ വരാൻ സൗദി അറേബ്യയും തുർക്കിയും ഇരുവിഭാഗത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ കടുത്ത യുദ്ധപ്രതിസന്ധികൾക്കിടയിലും ഖത്തറും പാകിസ്ഥാനും ചേർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ രഹസ്യ നയതന്ത്ര ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. ഖത്തർ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചകളുടെ പുരോഗതി വിലയിരുത്തിയാണ് ട്രംപ് ഇപ്പോൾ പെട്ടെന്ന് സമാധാന പ്രഖ്യാപനം നടത്തിയത് എന്നാണ് സൂചന. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഒരു വലിയ സമാധാന കരാർ എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യത്തിൽ മധ്യസ്ഥർക്കും വലിയ പ്രതീക്ഷയില്ല.